തീർച്ചയായിട്ടും അതിൽ ചിലപ്പോൾ ചില ഇൻ്റർവ്യൂ പ്രോസസ്സിൽ നമ്മൾ ഈ ചോദ്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദ്യത്തിന് അവസരം കിട്ടിയാൽ അപ്പം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ചോദിക്കുക എന്ന് അവിടെ നിന്ന് അന്തം വിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതൊരു അവസരം നഷ്ടപ്പെടുത്തലാണ്. അപ്പോൾ നേരെ മറിച്ച് അങ്ങനെ ചോദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് യു ഹാവ് ഷോൺ സം ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ അത് ആ ഒരു അഗെയിൻ നിങ്ങൾക്കൊരു സ്കോർ എക്സ്ട്രാ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ അവസരം ഒരിക്കലും ഉപയോഗപ്പെടുത്താതിരിക്കരുത്. ഇനി അതല്ല ഓക്കെ ക്ലോസ് ലെറ്റസ് വൈൻഡ് അപ്പ് എന്ന് പറയുകയാണെങ്കിൽ സർ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ക്യാൻ ഐ ആസ്ക് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് ഓപ്പണായിട്ട് എന്ത് ചെയ്യുക സമ്മതിക്കും. അപ്പോൾ അതിൽ നമുക്ക് ചോദിക്കാവുന്നത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഓക്കെ ടീമിൻ്റെ ഇത് ചോദിക്കാം, നമുക്ക് എങ്ങനത്തെ ടീം സ്ട്രക്ചറാണുള്ളത്, പിന്നെ എന്താ പറയുക പ്രോജക്റ്റുകളെ കുറിച്ച് ചോദിക്കാം, കമ്പനിയുടെ പ്രോജക്റ്റുകളെ കുറിച്ച് ചോദിക്കാം, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചോദിക്കാം. അതല്ല അവിടെ പോയിട്ട് അടുത്ത കൊല്ലം സാലറി കൂട്ടും എന്നൊക്കെയുള്ള ടൈപ്പ് ചോദ്യം അതൊക്കെ വെറുതെ ഒരു പോയിന്റ് കുറയാനുള്ള ജാതി. കാരണം നൗഡേയ്സ് ഇത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇതെന്ന് പറഞ്ഞാൽ ടാലൻറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ ഏറ്റവും പാട്. ഓക്കെ, സാലറി എന്നുള്ളത് നിങ്ങൾ റൈറ്റ് ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന സാലറി ആ കമ്പനിക്ക് പോസിബിളായ മാക്സിമം കിട്ടും. അതാണ് അല്ലെങ്കിൽ കമ്പനീസിന് ആൾക്കാരെ പണ്ടത്തെ കാലമൊക്കെ പോയി. കമ്പനീസിന് ആൾക്കാരെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ദേ വിൽ ഹാവ് ടു ബി പെയ്ഡ് ഓൺ വാട്ട് ദേ ഡിസർവ്. അവർ ഡിസർവ് ചെയ്യാൻ പേ കൊടുക്കാതെ ആൾക്കാർ നിൽക്കില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാലറി ഇസ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് തിങ്. അത് കാൻഡിഡേറ്റിനും അത് തന്നെയാണ്. അപ്പോഴും ആൾക്കാർ നല്ല പേ ഉള്ള ഒരു തല്ലിപ്പൊളി കൾച്ചറുള്ള വർക്ക് കൾച്ചറുള്ള സ്ഥലത്തെത്തിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഉണ്ടാവും ഇനീഷ്യലി നല്ല പേ ഉണ്ടാവും, പിന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം ചില ജോബ് അവിടെ തന്നെ നിൽക്കും, വേറെ ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടാവില്ല ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. നേരെ മറിച്ച് ചിലപ്പോൾ തുടക്കത്തിൽ കുറച്ചും കൂടിയും പേ കുറവായിരിക്കും, പക്ഷെ നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ദെൻ ഗോ ദർ, ഗെറ്റ് ട്രെയിൻഡ്, സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്, ട്രൈ ടു ഗ്രോ. ആ ഒരു മോഡാണ് വേണ്ടത്.